ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഈ സ്റ്റോൺ ഉപയോഗിച്ചുള്ള മാലയും കമ്മലും ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്പൊക്കെയാണെന്ന്. ഈ ഒരു സ്റ്റോൺ ഇത് 1 മീറ്ററിന് വാങ്ങിയ സ്റ്റോൺ കേട്ടോ. ഇത് 1 മീറ്ററിന് 100 രൂപയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള മാലയും കമ്മലും നമുക്ക് കണ്ടാലോ. അപ്പോൾ നമുക്ക് ആദ്യം മാല ഉണ്ടാക്കാം. ഞാനിത് 2 ലെയറിലാക്കിയിട്ടുള്ളൊരു നെക്ലേസ് ടൈപ്പ് പോലത്തെ മാല ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ ഈ ഒരു ലെങ്ത്തിനാണ് മുറിക്കുന്നത് കേട്ടോ. ഒരു ചെയിന് ഈ ഒരു ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇത് എത്രയാണെന്ന് വെച്ചാൽ 29 സെൻറ്റിമീറ്ററുള്ള കേട്ടോ. 29 സെൻറ്റിമീറ്ററിലാണ് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ലെയർ 24 സെൻറ്റിമീറ്ററുമാണ് കേട്ടോ. അതിന് ഇങ്ങനത്തെ ഒരു മാലയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. ആദ്യം ഇതുപോലെ ഗ്ലാസ് പേപ്പർ ഒരു കഷ്ണം എടുക്കുന്നുണ്ട്. ഗ്ലാസ് പേപ്പർ ഇതിലിട്ട് പശ തേക്കാം. എനിക്ക് 2 സ്റ്റോണും സെറ്റായി നിൽക്കണം കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 സ്റ്റോണ് പശ തേക്കുക. 3 അല്ല 4 സ്റ്റോണൊന്ന് പശ തേച്ചിട്ട് ഇതിലത്തെ 4 സ്റ്റോണും തമ്മിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം അതൊരു സെറ്റായി നിൽക്കാം. ഇനി നമുക്ക് ഈ പശ തേച്ചയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ എന്ത് ചെയ്യാം, പശ അപ്ലൈ ചെയ്തിട്ട് ഒഴിച്ച് ചെയിൻ തിരിയാതെ നോക്കണേ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സൈഡിലും 4 സ്റ്റോണിന് പശ തേച്ച് കൊടുത്ത് അതോടെ നമുക്ക് പശ ഉണങ്ങണം. എന്നാലേ നമുക്ക് ഇതിമ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കത് പശ സെറ്റായി വരുമ്പോഴേക്കും നമുക്കിത് ഇതുപോലൊരു ഹെയർ ബാൻഡ് എടുത്ത് അതെ ഒരു ഹെയർ ബാൻഡ് എടുത്ത് നമുക്കൊരു 5 സെൻറ്റിമീറ്റർ വിട്ട ശേഷം ഇങ്ങോട്ടുള്ള 5 സെൻറ്റിമീറ്റർ വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോണ് പശ തേച്ചൊട്ടിച്ച് കൊടുക്കാം. ഈ സൈഡിലും 5 സെൻറ്റിമീറ്റർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പശ അപ്ലൈ ചെയ്യാം. ഇതിൽ നിന്ന് 4 സ്റ്റോൺ എടുത്ത് നമ്മളിതുപോലെ കട്ട് ചെയ്യാം. സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കമ്മലൊക്കെ വെച്ച് സെറ്റാക്കാം. ഇനി പശ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് നമുക്കുണ്ടായി കമ്മലാക്കാം. ഇതിൻ്റെ സ്റ്റോണിന് നന്നായി പശ തേച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല.
അതോടെ സെറ്റായിട്ട് അതോടെ മാലൊക്കെ സെറ്റായി 2 കമ്മലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന സ്റ്റോണാണിത്. നമുക്ക് എന്ത് ചെയ്യാം, അതേപോലത്തെ ഒരു ഗോൾഡൻ ഹെയർ ക്ലിപ്പ് എന്ത് ചെയ്യാം ഇതുപോലെ വെച്ചെടുത്താൽ നമുക്ക് ഇതിന് സെറ്റായ ഹെയർ ക്ലിപ്പും കിട്ടും. നമുക്ക് മാല സെറ്റ് ചെയ്യാം. നമ്മുടെ മാല നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ട് മറ്റുള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മാലയുടെ ബാക്കി പണി നോക്കാം. നമ്മൾ ആദ്യം ഒട്ടിച്ച് കഴിഞ്ഞ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ കാണുന്ന ഷീറ്റ് നമുക്ക് കട്ട് ചെയ്യാം. രണ്ടായി പിന്നെ എടുക്കാം. നമുക്കിതിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. മാറ്റിയ ശേഷം ഈ ഭാഗത്ത് നമുക്ക് ഇതിന് പാകത്തൊരു കഷ്ണം എടുക്കാം കേട്ടോ. പശപ്പ് അത് ഉണങ്ങുമ്പോഴേക്കും നമുക്ക് ഈ ചെയിൻ ഇതിൻ്റെ ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ചെയിൻ ഇട്ട് കൊടുക്കാം. ഇതും നമുക്ക് വലിപ്പത്തിനനുസരിച്ച് ചെയിൻ കൊടുത്തിട്ടും വലിപ്പം കൂട്ടാം. ഞാനത് എൻ്റെ മോളുടെ കൈക്ക് ഇത് ഭാഗമാകും, അതുകൊണ്ട് ഞാനത് ഇതിന് കുളത്ത് മാത്രമേ വെക്കുന്നുള്ളൂ. നമ്മൾ സെയിം ചെയ്ത ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യുന്നത്. ഒരു കഷ്ണം വെട്ടിയെടുക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കല്ലേ കൂട്ടുകാരെ. Tata, bye bye, see you tomorrow.